Hi all, a warm welcome to a new section which is section A, external financial reporting. And ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ബാക്കിയുള്ള ഏത് സെക്ഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്, കോ റിലേറ്റഡ് അല്ല. ഇപ്പോൾ നിങ്ങൾ സെക്ഷൻ ഡി അല്ലെങ്കിൽ ബി സി ഒക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സെക്ഷനിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ സെക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് അധികമാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്, ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരായിട്ട് വേണം ചിന്തിക്കാൻ, ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഒരു ഓവർവ്യൂ തരാനുള്ള ഒരു സ്പെസിഫിക് വീഡിയോ ആണിത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഏതൊരു സെക്ഷൻ പഠിക്കുന്ന സമയത്തും നമ്മളൊരു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേണം തുടങ്ങാൻ. ഏതൊരു സെക്ഷൻ പഠിക്കുന്ന സമയത്തും ഞാൻ ആരാണ്, ഹൂ ആം ഐ, നമ്മളിത് പഠിക്കുന്ന സമയത്ത് ആരായിട്ട് വേണം ചിന്തിക്കാൻ എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ സെക്ഷനും സ്റ്റാർട്ട് ചെയ്യാൻ. അതല്ലാതെ റാൻഡംലി ടോപ്പിക്സ് എടുത്ത് പഠിച്ച് തുടങ്ങാതെ നമ്മൾ ആരെങ്കിലും പോയിന്റ് ഓഫ് വ്യൂവിൽ വേണോ ചിന്തിക്കാൻ, ആണെങ്കിൽ തന്നെ അത് ആരാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സെക്ഷൻസ് എന്താണ് ഡി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി ഒക്കെ പഠിക്കുന്ന സമയത്ത് ബജറ്റിങ്, പിന്നെ വേരിയൻസ്, കോസ്റ്റ്, ഇതൊക്കെ പറയുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ ചിന്തിക്കാനെന്ന് മനസ്സിലായി. ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്തൊക്കെയാണ് ചെയ്യുക, അതൊക്കെയാണ് ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ പറയാൻ സാധിക്കും സെക്ഷൻ ഇ, ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ എന്താ, ഒരു ഓഡിറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വേണം നിങ്ങൾ ചിന്തിക്കാൻ, അല്ലേ? സോ അതേപോലെ സെക്ഷൻ എ, എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആരായിട്ട് വേണം ചിന്തിക്കാൻ, ഹൂ ആർ യു അല്ലെങ്കിൽ ഹൂ ആം ഐ എന്നുള്ള ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ ചോദിക്കാനും. ആരുടെ പൊസിഷനിൽ നിന്നിട്ട് വേണം ഞാൻ ചിന്തിക്കാൻ എന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. സോ നിങ്ങളെല്ലാവരും ഇവിടെ പോസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ടൈം എടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ആൻസർ കണ്ടെത്തുക. ഓക്കെ, ഹൂ ആം ഐ നിങ്ങൾ ചിന്തിച്ചിട്ട് ആൻസർ പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും ഒരു ആൻസർ കണ്ടെത്തിയിട്ടുണ്ടാവും. യെസ്, നമ്മുടെ ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നതാണെങ്കിൽ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫീസർ, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫീസറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ പഠിക്കുന്ന സമയത്ത് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരിക, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ജോബ് റോൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എൻ്റെ വർക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി പറയാനുള്ളത് റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് റെക്കോർഡ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റാണ്. ആൻഡ് അതുപോലെ അത് യൂസ് ചെയ്തിട്ട് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനും പറയുന്നുണ്ട്. സോ ഇവർ ശ്രദ്ധിക്കേണ്ടത് എന്താ, തോന്നിയതുപോലെ ഇപ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടം പോലെ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇവർ ഫോളോ ചെയ്യാൻ ഇവർ ഉത്തരവാദിയാണ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സും അല്ലെങ്കിൽ ഡാറ്റാസും യൂസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോബ്. ആരുടെ, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആരാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫീസറിൻ്റെ ജോബ് എന്താണ്, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഇനി ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ, ഇത് നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കണ്ടേ? സോ ഇത് ആർക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ സെക്ഷൻ്റെ പേര് തന്നെ എന്താ, എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. സോ പുറത്തുള്ള ആൾക്കാർക്ക്, ഇത് ഒബ്വിയസ്ലി ഇന്റേണലിലുള്ള ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ ആവശ്യകത ആർക്കായിരിക്കും, ഈ റിപ്പോർട്ട്സ് ഒക്കെ പുറത്തുള്ള ആൾക്കാർക്ക്. സ്പെസിഫിക്കലി പറയുന്നതാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ നമ്മളെ സപ്ലയേഴ്സിന്, അല്ലെങ്കിൽ നമ്മളെ ക്രെഡിറ്റേഴ്സിനൊക്കെ എന്താണ്, നമ്മളെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു കമ്പനിക്ക് പൈസ കൊടുക്കണോ വേണ്ടോ എന്നുള്ള ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. സോ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇവരെ നെക്സ്റ്റ് ടാസ്ക് എന്താ, പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യണം, റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഡിസ്ക്ലോഷർ വെക്കണം. ആൻഡ് ഇതിന് പുറമെ ഇവർക്ക് തോന്നിയതുപോലെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവർ ആ രാജ്യത്തുള്ള റെഗുലേറ്ററി അല്ലെങ്കിൽ ലീഗൽ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് പബ്ലിഷ് ചെയ്യണം എന്നാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി. ആൻഡ് ഇതിന് പുറമെ സ്റ്റേക്ക് ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ റിപ്പോർട്ടിംഗ്, ഇത് പബ്ലിഷ് ചെയ്തിട്ട് എല്ലാ രീതിയിലും ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന ഏരിയാസ് എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു സെക്ഷൻ അപ്രോച്ച് ചെയ്യാൻ. സോ സെക്ഷനെ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ വന്ന് ചോദിക്കാൻ, നിങ്ങൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം എ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ഹോൾ സെക്ഷനെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇത്രയൊക്കെ പറഞ്ഞാൽ കൂടെ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പൊതുവെ പറഞ്ഞു വരാറുള്ള സെക്ഷനാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഇതിൻ്റെ ബോഡിയാണ്. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത്രയും കാര്യങ്ങൾ എന്താ, ഈ ഹോൾ സിലബസ് ആണ്. സെക്ഷൻ എയിൽ ഹോക്ക് എന്ന് പറയുന്ന മെറ്റീരിയലിൽ അവരുടെ ഇൻഡെക്സ് പേജിലുള്ള സെക്ഷൻ എൻ്റെ മാത്രം ഇൻഡെക്സ് ആണ് കാണുന്നത് 3 പേജിലായിട്ട്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താ, സ്റ്റാർട്ട് ചെയ്യുന്നത് 3ാമത്തെ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 197 പേജ്. സോ ടെക്നിക്കലി പറയുന്നതാണെങ്കിൽ
എറൗണ്ട് 200 പേജസ് വെറും സെക്ഷൻ എ എന്ന് പറയുന്ന സിലബസ് മാത്രമുണ്ട്. സോ അത്രയും വോളിയം, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇസ് ടു മച്ച്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര യൂണിറ്റ്സ് ഉണ്ട്, പല പല ടോപ്പിക്സ് ആയിട്ട് ഏകദേശം 30ഓളം യൂണിറ്റ്സ് ഉണ്ട്. സോ ഇതിങ്ങനെ കുറേ വാസ്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇവിടെ ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള ട്രിക്കാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കാം. അതായത് ഇങ്ങനത്തെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറേ ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ എല്ലാ സമയത്തും അപ്രോച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ. സോ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ഒറ്റയടിക്ക് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കണം എന്ന് ചിന്തിക്കാതെ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്, വൺ അറ്റ് എ ടൈം എന്ന് പറഞ്ഞിട്ട് ഇതിനെ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചായിട്ട് പഠിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, ഇനീഷ്യലി നമുക്ക് അതിൻ്റെ ഒരു ബേസ് അറിയാനുണ്ട്. ഓക്കെ, ആ ബേസ് ഏരിയ ഒരു ഭാഗം, അതിനുശേഷം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഈ ബാലൻസ് ഷീറ്റ് പഠിക്കുന്നതിന് ശേഷം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ OCI അത് ക്ലബ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് SOCI സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇങ്ങനെ പാർട്ടായിട്ട് പഠിക്കുക. സോ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കാതെ കുറച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. സോ ദാറ്റ് ഈ ഒരു ഫുൾ ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ സാധിക്കും. ഒരു ഫുൾ പിക്ചറോടെ എക്സാം ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് പാസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോട്ടിൽ കാണുന്നത് പോലെ തന്നെയാണ്. അതായത് ഇതിൽ എഴുതിയ പോലെ ഡോണ്ട് സീ ദ മൗണ്ടെയിൻസ്, ജസ്റ്റ് സീ ദ സ്റ്റെപ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മൗണ്ടൈൻ്റെ ടോപ്പാണ് സെക്ഷൻ എ എന്ന് അസ്യൂം ചെയ്യുക, സെക്ഷൻ എ. സോ ഈ മൗണ്ടൈനെ കാണാതെ നിങ്ങൾ സ്റ്റെപ്പായി കാണാം. ഇതാണ് ബാലൻസ് ഷീറ്റ്, ഇതാണ് അക്കൗണ്ട് റിസീവബിൾ, ഇതാണ് ഇൻവെൻട്രി, ഇതാണ് റവന്യൂ. ഇങ്ങനെ കയറി നിങ്ങൾ ഫൈനലി എത്താൻ പോകുന്ന എവിടെയാണ്, നിങ്ങൾ ആഗ്രഹിച്ച ആ സെക്ഷൻ എന്ന് പറയുന്ന മൊത്തം ഏരിയ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ഈ ഒരു കോട്ട് ത്രൂ ഔട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണം. സെക്ഷനെ കംപ്ലീറ്റ് ആവുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ചെയ്ത് പാസ്സാവുന്നത് വരെ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം, ഡോണ്ട് സീ ദ മൗണ്ടെയിൻസ്, ജസ്റ്റ് സീ ദ സ്റ്റെപ്സ്, വൺ അറ്റ് എ ടൈം. അതായത് ഓരോ ഏരിയാസ് ആയിട്ട് കവർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ടുവേർഡ്സ് എൻഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്ഷനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. എന്താണ് സെക്ഷനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരായിട്ട് വേണം ചിന്തിക്കാൻ, ഇതൊക്കെ നമ്മളിവിടെ കവർ ചെയ്തു. ആൻഡ് സെക്ഷനെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റും നമ്മളിവിടെ പറഞ്ഞു. സോ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ബേസാണ് എന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ കുറച്ച് ബേസ് ഉണ്ട്. സോ ഈ ബേസ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് കണ്ടിട്ട് എല്ലാവരും തുടങ്ങാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്.